പ്രേക്ഷകർക്കറിയാം, അന്തി ഉറങ്ങാൻ ഒരിടമില്ലാത്ത സാധാരണ ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ അണിയിച്ചൊരുക്കുന്ന ഒരു പദ്ധതിയാണ് 100 ഹോംസ്. 100 വീടുകൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ പണിയിച്ചു കൊടുക്കുന്ന പദ്ധതിയാണ്. കെ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനുമായി ചേർന്നാണ് ഈ പദ്ധതി നമ്മൾ അണിയിച്ചൊരുക്കുന്നത്. അതുകൊണ്ട് തന്നെ 24 കണക്റ്റിനും കെ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനും ഇന്ന് അഭിമാന ദിവസമാണ്. കണക്റ്റും കെ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷൻ ചേർന്നൊരുക്കുന്ന ഭവന പദ്ധതിയിലൂടെ ഒരുപാട് വീടുകളുടെ നിർമ്മാണം കേരളത്തിൻ്റെ പല ജില്ലകളിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. എന്നാൽ ഈ ഭവന പദ്ധതിയുടെ ആദ്യ നിർമ്മാണം പൂർത്തീകരിച്ച വീടിൻ്റെ താക്കോൽദാനം ഇന്ന് കണ്ണൂരിൽ നടക്കും. കണ്ണൂർ ചെറുപുഴ കോലുവള്ളിയിലെ ജെസ്സി സുരേഷ് ദമ്പതികൾക്കാണ് വീട് കൈമാറുന്നത്. ഫ്ലവേഴ്സ് ഹോം പ്രോജക്റ്റ് വഴി 100 ഭവനങ്ങളാണ് നിർമ്മിച്ചു കൊടുക്കുന്നത്. സജോ ദേവസ്യ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഒരുപാട് സന്തോഷമുള്ള ഒരു മുഹൂർത്തത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കെ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനും 24 കണക്റ്റും ചേർന്ന് നടപ്പാക്കുന്ന സംയുക്ത ഭവന പദ്ധതി. സംസ്ഥാനത്തെമ്പാടും 100 വീടുകളാണ് 24 കണക്റ്റ് വഴി കെ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷൻ നിർമ്മിച്ച് കൈമാറുന്നത്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ നിർമ്മാണം പൂർത്തീകരിച്ച ആദ്യ വീട് കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ കോലുവള്ളിയിലുള്ള ഈ കാണുന്ന ഭവനമാണത്. നമ്മൾ ഇന്ന് ആ കുടുംബത്തിന് കൈമാറുകയാണ്. 2:30-ക്കാണ് താക്കോൽദാനം ഉൾപ്പെടെ നിശ്ചയിച്ചിട്ടുള്ളത്. നമ്മുടെ എഡിറ്റർ ഇൻചാർജ് പി ജെയിംസ് സാർ അടക്കമുള്ള ആളുകൾ ഉണ്ട്. ഒപ്പം നമ്മളുമായി ഈ പദ്ധതിയുമായി സഹകരിച്ച ധാരാളം ആളുകളുണ്ട്. 24 കണക്റ്റിൻ്റെ ആളുകളുണ്ട്, കുടുംബമുണ്ട്. അങ്ങനെ നിരവധി പേരിലേക്ക് തണലൊരുക്കാൻ, നിരവധി കുടുംബങ്ങൾക്ക് തണലൊരുക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. ആ പദ്ധതി പുരോഗമിക്കുമ്പോഴും അതിനിടയിൽ ആദ്യത്തെ താക്കോൽദാനം എന്ന അതിയായ സന്തോഷമുണ്ട്. നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ ഗ്രൗണ്ട് ലെവലിൽ ഏകോപിപ്പിക്കുന്ന മനോജേട്ടൻ നമ്മളോടൊപ്പം ചേരുകയാണ്. മനോജേട്ടനാണ് നമ്മുടെ റീജിയണൽ കോർഡിനേറ്റർ. മനോജേട്ട, ഒരുപാട് സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ്. കാരണം നമ്മൾ ധാരാളം വീടുകൾ നിർമ്മിക്കുന്നു. അതിൽ ആദ്യ വീടിൻ്റെ താക്കോൽദാനം ഒരുപാട് മനുഷ്യർക്ക് തണലൊരുക്കാൻ കഴിയുന്ന പദ്ധതിയിൽ നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ്. കെ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനും 24 കണക്റ്റും കൂടെ ചെയ്യുന്ന ഈ വലിയ പദ്ധതിയിൽ ഭാഗമാകാൻ കഴിഞ്ഞത് എൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്ന് വെച്ചാൽ ഈ വീട് പണി തീർന്നു കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം അത് നമുക്ക് കണ്ടാലേ അതറിയാൻ പറ്റൂ. പിന്നെ ഈ വരുന്ന അപേക്ഷകളിൽ ഏറ്റവും അർഹതയുള്ളവരെ കണ്ടെത്തി വളരെ ഞങ്ങൾ നല്ല രീതി അന്വേഷിച്ച്, ഞങ്ങളുടെ ജില്ലയിലുള്ള എല്ലാ കോർഡിനേറ്റർമാരും നല്ല രീതി അന്വേഷിച്ച് തന്നെയാണ് വീടുകൾ ഒരുപാട് മനുഷ്യരിലേക്ക് എത്തുക എന്നുള്ളൊരു ശ്രമകരമായ അതെ 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 അത് കൈമാറുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ജില്ലയുടെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്ന ഷൈബി ചേച്ചി നമ്മളോടൊപ്പം ഉണ്ട്. അതായത് 24 കണക്റ്റ് ജില്ലയിൽ ഗുണഭോക്താക്കളെ കണ്ടെത്തി അവരിലേക്ക് എത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ വഴി. കെ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനാണ് അതിനാവശ്യമായ സഹായങ്ങൾ നൽകുന്നത്. അത് ഗ്രൗണ്ടിൽ ഏകോപിപ്പിക്കുന്ന 24 കണക്റ്റാണ്. ഷൈബി ചേച്ചി കൂടി ചേരുകയാണ്. ഒരുപാട് സന്തോഷം അല്ലേ? അതെ, ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഏറ്റവും അർഹതപ്പെട്ട ആളുകളിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നുണ്ട്. അതുപോലെ കണ്ണൂർ ജില്ലയുടെ തന്നെ ഒരു ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതിനാൽ മാക്സിമം ആളുകളെ കണ്ടെത്താനും ഒരുപാട്. നേരത്തെ ഇപ്പോഴും വാടക വീട്ടിലാണ് തുടരുന്നത്? ഇപ്പോഴും വാടക വീട്ടിലാണ്. അവർക്ക് വാടക കൊടുക്കാൻ പോലും മരുന്നിനും വാടകയ്ക്കും കുട്ടികളുടെ പഠനവുമായിട്ടും ഒന്നും നടക്കാതെ വന്നപ്പോഴാണ് പിന്നെ ഈ ഭൂമിയാണെങ്കിലും അവർക്ക് ദാനമായി കിട്ടിയതാണ്. അതെ, അവർ നിൽക്കുന്ന വാടക വീടിൻ്റെ തന്നെ ഓണർ അദ്ദേഹമാണ് ഭൂമി ദാനം ചെയ്തത്. എല്ലാവിടെയും നമുക്ക് വേഗത്തിലൊക്കെ പൂർത്തീകരിക്കാൻ കഴിയും. വേഗത്തിൽ തന്നെ, അതെ, ഒരുപാട് വേഗത്തിൽ പൂർത്തീകരിക്കുന്നുണ്ട്. കാരണം 3 മാസം കൊണ്ട് 4 മാസം കൊണ്ടും ഒക്കെ നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ കോൺട്രാക്ടർമാരാണെങ്കിലും നമ്മളോട് സഹകരിക്കുന്നുണ്ട്. അതും 24-ൻ്റെ പ്രവർത്തനങ്ങളായതുകൊണ്ട് തന്നെ ആളുകൾ നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. 100ഓളം വീടുകൾ ഒരുക്കുക എന്ന് പറയുന്നത് എത്ര വലിയൊരു ദൗത്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നമ്മളോടൊപ്പം നമ്മൾ ഒരാളെ കൂടി പരിചയപ്പെടുത്താം. സെബാസ്റ്റ്യൻ സാർ അല്ലേ? അതായത് നമ്മുടെ 24 കണക്റ്റുമായിട്ട് ഇക്കാര്യത്തിൽ സഹകരിച്ച ഈ കുടുംബത്തിന് വലിയൊരു തണലൊരുക്കാൻ, സഹായം നൽകാൻ, ഈ ഭൂമി നൽകാനൊക്കെ താല്പര്യപ്പെടുത്ത ആളാണ്. അദ്ദേഹം നൽകിയ ഭൂമിയിലാണ് ഇപ്പോൾ പുതിയ ഭവനം നമ്മളിവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ആദ്യം തന്നെ 24-ന് വേണ്ടി ഞങ്ങളൊരു നന്ദി പറയുകയാണ് ഈ സ്ഥലം കൊടുത്തത്. ഇതൊരു നല്ല സംരംഭമാണ്. ഇങ്ങനെ ഭൂമിയില്ലാത്തവർക്ക് നമ്മുടെ നാട്ടിൽ വളരെയധികം ആൾക്കാരുണ്ട്. അവർക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ മുന്നിട്ടിറങ്ങിയതിൽ 24-നും ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനും വളരെയധികം നന്ദിയുണ്ട്. ഇങ്ങനെ മുമ്പോട്ട് വരുന്നത് കാരണം നമ്മുടെ ആൾക്കാരുടെ പാർപ്പിട പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാൻ പറ്റും. അത് തീർച്ചയായിട്ടും അതിന് മാതൃകയാണ് നിങ്ങൾ. എല്ലാവിധ ഭാവങ്ങളും ഞാൻ നേരുകയാണ്. വളരെ നന്ദി, വളരെ സന്തോഷം. അതായത് ഈ ആഹാരം, വസ്ത്രം, പാർപ്പിടം എന്നതൊക്കെ മനുഷ്യൻ്റെ ഏറ്റവും ബേസിക്കായ പരമമായ ആവശ്യമാണല്ലോ. അപ്പോൾ അവരുടെ മുഖത്ത് വിടരുന്ന സന്തോഷമാണ് നമ്മുടെ ഏറ്റവും വലിയ നേട്ടം. നമ്മുടെ സുരേഷ് ഏട്ടാ, എന്താ പറയാനുള്ളത്? ഇങ്ങനൊരു വീട് കിട്ടുക, സ്ഥലം വരെ ഒന്നും ഇല്ലാത്തായിരുന്നു. സാറ് സ്ഥലം 4 സെൻറ്റ് സ്ഥലം തന്നു. ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനും 24 കണക്ഷനും കൂടെ വെച്ച് തന്നു. വളരെ സന്തോഷമാണ്. ഇത് കൂടുതൽ എന്നൊരു സന്തോഷം വേണ്ടേ?
അതാണ് അദ്ദേഹം ആണ് നമ്മുടെ ഒരു ഗുണഭോക്താവ്. ആ വീട് നമുക്ക് കൈമാറാൻ കഴിയുന്നു. നമ്മുടെ പലയിടങ്ങളിലും കണ്ണൂർ ജില്ലയിൽ തന്നെയും സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലും ഈ കണക്റ്റിൻ്റെ ഭാഗമായുള്ള ഈ ഭവന പദ്ധതി 100 ഭവനങ്ങളാണ് നമ്മുടെ ആദ്യഘട്ട പ്രോജക്റ്റിൻ്റെ ഭാഗമായുള്ളത്. ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാര്യമായി തന്നെ പുരോഗമിക്കുന്നുണ്ട്. അതിനിടയിൽ വളരെ വേഗത്തിൽ തന്നെ നിർമ്മാണം പൂർത്തീകരിച്ച വീടിൽ അതിൽ ആദ്യ വീടിൻ്റെ താക്കോൽദാനമാണ് ഇന്ന് 2:30 കണ്ണൂർ ചെറുപുഴയിൽ നടക്കുക. വലിയ അഭിമാനവും സന്തോഷവുമുണ്ട്. പദ്ധതി കൂടുതൽ ആളുകളിലേക്ക് എത്താനുള്ള കൂടുതൽ ഗുണഭോക്താക്കളെ കണ്ടെത്താനുള്ള വിപുലമായ പദ്ധതി ഗ്രൗണ്ട് ലെവലിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതും വളരെ നല്ല നിലയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട്. ആദ്യ വീടിൻ്റെ താക്കോൽദാനം ഇന്ന് 2:30 നടക്കും. വലിയ സന്തോഷവും അഭിമാനവും ഒക്കെയുണ്ട്. അതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്.